ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1422 ദിവസമായ ഇന്ന് 2025 ഏപ്രിൽ മാസം 6 തീയതി ഞായറാഴ്ച. 1200 ആണ്ട് മീനമാസം 23 തീയതി. ഗുരുവചനങ്ങളിലൂടെ സത്യം, ധർമ്മം മുതലായത് വളരാനുള്ള മാർഗങ്ങൾ ജനങ്ങളെ അറിയിച്ചു കൊടുക്കണം. സത്യധർമാദികളെ എഴുതി സ്മരണയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത് നന്നാണെന്നാണ് നമ്മുടെ അഭിപ്രായം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ ഗുരു ശിക്ഷണം ആരംഭിക്കുന്നു എന്ന് വിവരിക്കുന്നതിൻ്റെ 5-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അർദ്ധരാത്രിയായപ്പോൾ ഗുരു ജനാവലിയുടെ മധ്യത്തിലേക്ക് വന്നു. അവിടെ ഒരു യോഗം നടക്കുന്നുണ്ടായിരുന്നു. ഗുരു തന്നെ അതിൻ്റെ അധ്യക്ഷൻ. ആ സമയത്ത് അഗാധമായ ഒരു നിർമ്മമത ആ മുഖത്ത് സ്ഫുരിച്ചു നിന്നു. വാഗ്മികളായ പ്രസംഗകർ ഒന്നിനു പുറകെ ഒന്നായി എണീറ്റ് ഗുരുവിൻ്റെ തത്വചിന്ത മനസ്സിലാക്കിയ മാതിരി സുദീർഘമായി പ്രസംഗിച്ചു. ഗുരു അതെല്ലാം മൗനമായി കേട്ടുകൊണ്ടിരുന്നു. ജനങ്ങൾക്ക് അനുഗ്രഹീതമായ രാത്രി നൽകിയ അളവറ്റ ആവേശം വാഗ്മികളുടെ പ്രസംഗധോരണിയാൽ അധികതരമായി തീർന്നു. ജനക്കൂട്ടത്തിൽ നിന്നും അല്പം അകലെ മാറി കുറേ മനുഷ്യർ ഇരുന്നിരുന്നു. ചൂടും വെയിലും ഏറ്റ് അധികം കരുവാളിച്ചുപോയ കുറേ സ്ത്രീകളും കുട്ടികളും. അവരെല്ലാം പാവപ്പെട്ട കൂലിപ്പണിക്കാരാണ്. പകൽ മുഴുവനും എല്ലുമുറിയെ പണിയെടുത്ത് ക്ഷീണിച്ച ആ പാവങ്ങൾ അല്പം ഒരാശ്വാസം കിട്ടുവാൻ ഉത്സവ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. തലമുറകളായി ഈ കൂട്ടർ പണക്കാർക്ക് വേണ്ടി അവരുടെ കൃഷിഭൂമി ഒരുക്കി ധാന്യങ്ങളും കിഴങ്ങുകളും മറ്റും വിളയിച്ചു കൊടുക്കുന്നു. അവരുടെ നന്മ എന്നും ചൂഷണത്തിന് വിധേയമാണ്. ജാതിയുടെ പേരിൽ നൂറ്റാണ്ടുകളായി അവർ മർദ്ദിതരും അവഗണിതരുമായി കഴിയുകയാണ്. അവർ മറ്റുള്ളവർക്ക് പതിതരും അസ്പർശ്യരും ആയിത്തീർന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.